ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാളെ എൻ്റെ അപ്പച്ചൻ്റെ 41 ഞങ്ങൾ നടത്തുകയാണ്. ശരിക്കും നാളെ അല്ല, നാളെ 39 ആവുള്ളൂ. പക്ഷേ നാളെ സെക്കൻഡ് സാറ്റർഡേ നമ്മൾ വിളിക്കുന്നവർക്കൊക്കെ വരാനുള്ള സൗകര്യത്തിനും എല്ലാവർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ വരാം, ഒന്ന് കുർബാനയിലും ചടങ്ങുകളിലൊക്കെ കൂടാം എന്നുള്ളതുകൊണ്ടൊക്കെയാണ് സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുന്നൊരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തത്. എൻ്റെ അപ്പച്ചന് മരിക്കുമ്പോൾ 75 വയസ്സായിരുന്നു. ആൻഡൂർത്താണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ ജനിച്ചതൊക്കെ ആൻഡൂർത്താണ്. ആൻഡൂർത്ത് തെക്കേക്കര പറമ്പി ലോനപ്പൻ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചനെ എല്ലാവർക്കും അറിയാം. എൻ്റെ അപ്പച്ചൻ എല്ലാവരോടും ഭയങ്കര സ്നേഹവും ഭയങ്കര സഹകരണമുള്ള ഒരാളാണ്. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ കുറച്ച് ഓർമ്മകൾ, എൻ്റെ അപ്പച്ചനെ പറ്റി എനിക്കുള്ള കുറച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യണത്. ചെറുപ്പത്തിലേ തുടങ്ങി എൻ്റെ അപ്പച്ചൻ ഭയങ്കര ലവബിൾ ആയിട്ടുള്ളൊരു ഫാദറൊന്നും ആയിരുന്നില്ല. ഇച്ചിരി സ്ട്രിക്റ്റ്, ഇച്ചിരി എന്നല്ല, ഒരു ഭയങ്കര കർക്കശക്കാരനാണ്. ഞങ്ങൾക്കിങ്ങനെ കമ്പനി കൂടി ഭയങ്കര ഒരു അപ്പച്ചൻ മകൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ഒന്നല്ലായിരുന്നു. അപ്പച്ചനൊരു നോട്ടം നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആ നോട്ടത്തിലേക്ക് എത്തണതിന് മുന്നേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. കാരണം ആ നോട്ടം എനിക്ക് ഇപ്പോഴും ഒരു സൈറ്റബിളല്ല. അപ്പച്ചൻ എപ്പോഴും ഇപ്പോൾ അപ്പച്ചൻ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു കമ്പനി അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്നേഹം, സിമ്പിൾ ആയിട്ടുള്ളൊരു ഫാദറായത് അപ്പച്ചൻ ഈ വയ്യാണ്ടായപ്പോൾ സ്ട്രോക്ക് വന്നതിനെയാണ് 2021 പിന്നെ അതിന് മുന്നേ ഒരു ഇച്ചിരി കൂടി ഒരു അയവ് വന്നത് ഞങ്ങൾക്കൊക്കെ മക്കളുണ്ടായപ്പോൾ, അതും ഞങ്ങൾക്കൊക്കെ ആൺകുട്ടികളുണ്ടായപ്പോഴാണ് അപ്പച്ചൻ ഒരു ഇച്ചിരി കൂടി ഒരു മെൽറ്റിംഗ് ഫാദറായത്. അതിന് മുന്നേ ഭയങ്കര ഭയങ്കര കർക്കശക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചോദിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള ഗൗരവക്കാരൻ, ദേഷ്യക്കാരൻ, ഒരു മുഖം എന്ന് പറയുന്നൊരു ക്രൂവൽറ്റി മുഖമായിരുന്നു അപ്പച്ചൻ്റെ മുഖം. പിന്നെ എനിക്ക് ഈ തിരിച്ചറിവാവുന്ന കാലം മുതലാണ് അപ്പച്ചൻ കർക്കശക്കാരനും ദേഷ്യക്കാരനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് മുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പച്ചനായിരുന്നു. എൻ്റെ അപ്പച്ചനെ കാണാണ്ട് എൻ്റെ അപ്പച്ചൻ കാസർഗോഡ് ജോലിക്ക് പോയിരുന്നപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ ഷർട്ടും അപ്പച്ചൻ്റെ മുണ്ടും അപ്പച്ചൻ പുതപ്പും തലോണൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ എന്നെ കാസർഗോട്ടേക്ക് പാക്ക് ചെയ്തു. അപ്പച്ചൻ പണിക്ക് പോയി കിടന്നാണ് കേട്ടോ, മരക്കമ്പനിയിൽ, കാസർഗോഡ് ഒരു മരക്കമ്പനിയിൽ പണിക്ക് പോയതായിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഒരു ഇളയപ്പൻ്റെ കൂടെ എന്നെ കാസർഗോട്ടേക്ക് വിട്ടു. ഞാൻ ട്രെയിനിൽ ആദ്യമായിട്ട് ഇത്ര ലോങ് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. കാസർഗോഡ് എത്തിയപ്പോൾ ഫ്രണ്ടിൽ മരക്കമ്പനി, ബാക്കിൽ മുതലാളിയുടെ വീട്. അപ്പോൾ അങ്ങനെ മുതലാളിയുടെ മക്കളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കമ്പനി, അവർക്ക് ഭയങ്കര ഇഷ്ടമായതും അപ്പച്ചൻ്റെ കൂടെ എനിക്കൊരു പാവ അപ്പച്ചൻ ഉണ്ടാക്കി തരുമായിരുന്നു. മരത്തിൻ്റെ പാവ, ഇങ്ങനെ നിൽക്കുള്ളൂ പാവ. അതായത് ഒരു മരത്തിൻ്റെ കഷ്ണത്തുമ്പോൾ ഒരു തല, പിന്നെ ഇങ്ങനെ കൈ, പിന്നെ ഇങ്ങനെ കാല്, അങ്ങനെ ഒരു മരത്തിൻ്റെ പീസിൽ നിന്ന് ഒരു പാവയെ, അത് ഏത് മരക്കമ്പനി പോയാലും എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു അപ്പച്ചൻ. പിന്നെ അപ്പച്ചൻ സ്ഥിരം വയ്ക്കുന്നൊരു കറി, ഉണക്ക ചെമ്മീനും വാങ്ങും, പിന്നെ തക്കാളി കറി, അങ്ങനെയൊക്കെ സ്ഥിരം അപ്പച്ചൻ തന്നെയാണ് അവിടെ കറി. അപ്പോൾ അപ്പച്ചൻ അന്നവിടെ പൊന്നുപോലെ നോക്കിയതൊക്കെയും എനിക്ക് ഓർമ്മയുണ്ട്. ലാവിഷൊന്നുമല്ല, പക്ഷേ എങ്കിൽ കൂടി എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ജീവിച്ച ഒരു ഓർമ്മ. പിന്നെ ഞാൻ ആദ്യമായിട്ട് എന്നെ സൈക്കിളിൽ കൊണ്ടുപോട്ടാ. ഈ ലോകം മുഴുവൻ അപ്പച്ചൻ സൈക്കിളിലേ പോവുള്ളൂ. അമ്മച്ചിയോട് പറയും, തന്നെ ബസ്സിൽ പറയും, മക്കളൊക്കെ ആയിട്ട് എങ്ങനെയും പറയും ഷാൾ സൈക്കിൾ പോകും. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം ഞാൻ അപ്പച്ചൻ്റെ കൂടെ സൈക്കിളിനോ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സൈക്കിളിൻ്റെ ഫ്രണ്ടിലിരുന്ന് അപ്പച്ചൻ പാട്ടൊക്കെ പഠിപ്പിച്ച് നല്ലൊരു പാട്ടുകാരനാണ്. ആ പാട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ആളും പാട്ട് പബ്ലിക്കായിട്ടൊന്നും പാടുന്നില്ല. പക്ഷേ സൈക്കിൾ ഓട്ടുമ്പോൾ അപ്പച്ചൻ പാടിയൊരു പാട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മഞ്ഞ കാലം നോക്കും കുഞ്ഞു പോകാൻ കാറ്റോളം പാട്ടിൻ പേരുണ്ട്. ആ പാട്ട് എനിക്ക് ഞാൻ ചെറുതായിരുന്നപ്പോൾ ചന്ദ്രലേക്ക് ഏത് സിനിമ, മമ്മൂട്ടിയുടെ സിനിമയാണല്ലോ, ആ സിനിമയുടെ പാട്ട് പാടി എൻ്റെ ഫ്രണ്ടിലേക്ക് അപ്പച്ചൻ സൈക്കിൾ ഓട്ടി എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്നെ ആദ്യമായിട്ട് കനകമല കയറാനാണ് പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്നെ ആദ്യമായിട്ടും സൈക്കിൾ കൊണ്ടുപോയി ഞങ്ങളവിടെ മല കയറി തിരിച്ച് മോറ്റുവെള്ളമൊക്കെ കുറിച്ച് തിരിച്ചിറങ്ങി പോകുന്ന ഓർമ്മ എനിക്കുണ്ട്. പിന്നെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് കാസർഗോഡ് പോയി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പാൽപ്പായസം, ഇതാണ് സേമിയ പായസം ഇതാണെന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കയറി ആദ്യമായിട്ട് ഒരു ബൗള് സേമിയ പായസം ആദ്യമായിട്ട് ഞാൻ കഴിച്ചത് എൻ്റെ അപ്പച്ചൻ വാങ്ങിച്ചു തന്നിട്ടാണ്. പിന്നെ എൻ്റെ ആൻറ്റി പറഞ്ഞൊരു ഓർമ്മ, വളരെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പച്ചനെ കൊണ്ട് ആൻറ്റിയുടെ വീട്ടിൽ ഒരു പെങ്ങളുള്ള അപ്പച്ചന് പുത്തഞ്ചേരുള്ള, അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ താമസത്തിന് ചെന്നപ്പോൾ അപ്പച്ചൻ കഴിച്ച് ഫിറ്റായി. അപ്പോൾ തിരിച്ച് പോരണം. പക്ഷേ അപ്പച്ചൻ നടക്കാൻ വയ്യ. അപ്പോൾ എല്ലാവരും അപ്പച്ചൻ ഫിറ്റായി കിടന്നപ്പോൾ എല്ലാവരും മണന്ന തലയിൽ വെള്ളം കൂടി വയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അപ്പച്ചൻ്റെ മുകളിൽ വട്ടം കയറി കിടന്ന് ഞാൻ കരഞ്ഞു. ഇത്ര എൻ്റെ അപ്പച്ചനെ കൊല്ലല്ലേ, എൻ്റെ അപ്പച്ചനൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞത്. അപ്പോൾ അവർ തലയിൽ വെള്ളം കോരി ഒഴിച്ചില്ല, അപ്പച്ചനൊന്നും ചെയ്തില്ല. എപ്പോഴെങ്കിലും റെഡി ആകുമ്പോൾ എനിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചവർ എത്തി. അപ്പോൾ ചോദിച്ചു ഇതാരാ പറഞ്ഞത്, ജോസിൻ്റെ താഴെ മുകളിൽ. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് സ്നേഹാലി കൊച്ചിനെ എൻ്റെ അപ്പനോട് എന്ന് പറഞ്ഞു. എൻ്റെ ആൻറ്റിൻ്റെ അടുത്ത് എന്നോട് പറയേ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ നമുക്ക് അപ്പച്ചനോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ടൊരു മീഡിയം അല്ലെങ്കിൽ അതില്ല, ഒരു വഴിയില്ല. അപ്പച്ചനോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും അത് പ്രകടിപ്പിക്കാൻ, സ്നേഹിക്കാൻ ചെല്ലാനും നമുക്ക് മടിയാണ്.
പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് ഈ 2-3 കൊല്ലത്തിലൊക്കെ അപ്പച്ചനോട് നമുക്ക് ഭയങ്കര ഫ്രീഡമായി. അപ്പോൾ അപ്പച്ചൻ എന്ത് മനസ്സിൽ വിചാരിക്കണം അതൊക്കെ കൊണ്ട് ചെല്ലാനും അപ്പച്ചൻ്റെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ കൊണ്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് പോകുക, അല്ലെങ്കിൽ കൊരട്ടേക്ക് അങ്ങനെയൊക്കെ നമുക്ക് അവസരം കിട്ടി. പിന്നെ അപ്പച്ചൻ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിച്ചില്ല. കുഞ്ഞിച്ചൊക്കെ നല്ല ചവിട്ടി കിട്ടിയാൽ കേട്ടോ. കുഞ്ഞിച്ചാണ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അപ്പച്ചനെ കൊണ്ടുപോകാനായിട്ട് വരാറുള്ള എനിക്ക് മക്കളുള്ള അപ്പച്ചനെ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് അവസരം കിട്ടിയില്ല. അപ്പോൾ കുഞ്ഞിച്ചയ്ക്കൊക്കെ നല്ല ചവിട്ടി കിട്ടിയിട്ടുണ്ട്. അവളാണ് ഹോസ്പിറ്റലിലൊക്കെ നിൽക്കാറ്. അമ്മച്ചിക്ക് നല്ല ചവിട്ടിട്ടുണ്ട്. ലാസ്റ്റ് സമയത്ത് ആയപ്പോൾ ആൾ ഭയങ്കര വയലൻ്റ് ആയി തുടങ്ങി. ചവിട്ടും നീട്ടിയും കുറച്ച് ആദ്യം ഒക്കെയായിരുന്നു. അതൊക്കെ അമ്മച്ചിക്കും കുഞ്ഞിച്ചയ്ക്കൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ബാഗ് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ഉണ്ടാവും എന്തോ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറേ പാടുകൊണ്ടിട്ടാണെങ്കിൽ അപ്പച്ചൻ്റെ ശ്രദ്ധയൊക്കെ മാറ്റിയാണ് ബാഗ് എനിക്ക് തിരിച്ചിട്ടത്. പിന്നെ അവസാനം അപ്പച്ചൻ്റെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര വയലൻ്റായി തുടങ്ങി. പിന്നെ നമുക്കൊരു ഷോക്ക് എന്ന് പറയാൻ മാത്രം സമയം, അതായത് ആൾ കുറച്ച് വയ്യാണ്ട് കിടന്നിട്ടാണ് മരിച്ചത്. 1-1.5 മാസം ആൾ കിടക്കലായിട്ട്. നമുക്കങ്ങനെ ഒരു പെട്ടെന്നൊരു ഷോക്ക് കിട്ടിയില്ല എന്ന് പറയാം. ആക്ച്വലി നമ്മളതിനോട് പൊരുത്തപ്പെട്ട് പോകുന്നു. അങ്ങനെ പറഞ്ഞു പിടിച്ചു അപ്പച്ചൻ നമ്മളിത് പോയി. പോണ സമയത്ത് പോലും നമുക്കറിയില്ലായിരുന്നു പോകാമെന്ന്. കാരണം നമ്മളിങ്ങനെ ഭയങ്കര ക്ലോസ് ആയിരുന്നു അപ്പച്ചൻ്റെ അടുത്ത്. നമ്മളിങ്ങനെ അപ്പച്ചൻ്റെ അടുത്ത് നല്ലോണം ഇങ്ങനെ നോക്കിയിരുന്നു. പഠിത്ത ശ്വാസം എപ്പോഴാണ് വലിക്കാമെന്ന് നോക്കിയിരുന്നാലും ഇത്രയൊക്കെ വയലൻ്റ് ഒരാൾ ഇത്ര കൂളായിട്ട് ഒരു ഭീകരതയും സൃഷ്ടിക്കാണ്ട് മരിച്ചു. നമ്മൾ നടന്നു പോയി. പക്ഷെ നമ്മൾ മരിച്ചു എന്ന് വിശ്വസിക്കാൻ നമുക്ക് താല്പര്യമില്ല. എൻ്റെ അപ്പച്ചൻ അന്തപുരത്തുണ്ട് എന്ന് വിശ്വസിക്കാൻ വേണ്ടി താല്പര്യം. അപ്പോൾ നാളെ അപ്പച്ചൻ 41-ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കില്ല, നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ ഒരു ബേർഡ് പോലെയായിരുന്നു. അതായത് അപ്പച്ചൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, പോയപ്പോൾ ഒന്നും കൊണ്ടുപോയില്ല, വന്നപ്പോൾ ഒന്നും കരുതിയില്ല, പോയപ്പോൾ ഒന്നും സങ്കടപ്പെട്ടില്ല. അപ്പച്ചൻ ഭയങ്കര ലക്കിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഒന്നിനെ പറ്റിയും ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതമായിരുന്നു അപ്പച്ചൻ്റേത്. അപ്പോൾ അതുപോലെ ജീവിക്കാൻ എളുപ്പമൊന്നുമല്ല. നമുക്ക് 100 കൂട്ടം ടെൻഷനുകളാണ് അല്ലേ. അയ്യോ അവൻ്റെ മോൻ അല്ലെങ്കിൽ മോള്. പക്ഷേ എൻ്റെ അപ്പച്ചനെ സംബന്ധിച്ച് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്ത അപ്പച്ചൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ സ്വർഗ്ഗത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാളെ എല്ലാവരും എൻ്റെ അപ്പച്ചനോട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപ്പച്ചൻ്റെ 3ാമത്തെ ചട്ടമ്പി മോള് ഡിസ